കൈലാസ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടുതൽ ക്ഷേത്രവിശേഷങ്ങൾക്കായി കൈലാസ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അയ്യപ്പൻ വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും പുത്രനാണെന്നും കരുതപ്പെടുന്നു. ഇത് ശൈവ വൈഷ്ണവ ഐക്യത്തെ സൂചിപ്പിക്കുന്നു. രാമായണത്തിൽ ശബരിപീഠം എന്നും കൂടാതെ ശബരി ആശ്രമം എന്നും പറയുന്നു. കൊല്ലവർഷം വൃശ്ചികമാസം 1-ാം തീയതി മുതൽ ശബരിമല തീർത്ഥാടനത്തിന് തുടക്കം കുറിക്കുന്നു. ധനുമാസം 11-ാം തീയതി അവസാനിക്കുകയും ചെയ്യുന്നു. വൃശ്ചികമാസം 1-ാം തീയതി മുതൽ ധനുമാസം 11-ാം തീയതി വരെയുള്ള 41 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു തീർത്ഥാടന കാലമാണ് മണ്ഡലകാലം. ഡിസംബർ ജനുവരി മാസങ്ങളിലായിട്ടാണ് ഈ കാലം. ശബരിമല യാത്രയ്ക്ക് മുൻപ് തീർത്ഥാടകർ 41 ദിവസത്തെ വ്രതം അനുഷ്ഠിക്കുന്നു. അതിന് മുന്നോടിയായി അവർ അടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി തുളസി മുത്തുകൾ കൊണ്ടോ രുദ്രാക്ഷം കൊണ്ടോ ഉണ്ടാക്കിയ ഒരു മുദ്രമാല ധരിക്കുന്നു. അതിനെ തുടർന്ന് അവർ അയ്യപ്പൻ അഥവാ സ്വാമി എന്നറിയപ്പെടുന്നു. സ്ത്രീകൾ ആണെങ്കിൽ മാളികപ്പുറത്തമ്മ എന്ന് വിളിക്കുന്നു. തുടർന്ന് 41-ാമത്തെ ദിവസം ഗുരുസ്വാമിയുടെ നേതൃത്വത്തിൽ കെട്ട് നിറച്ച് ശബരിമലയ്ക്ക് യാത്രയാകുന്നു. വാഹന ഗതാഗതം പമ്പ വരെ മാത്രമേ ഉള്ളൂ. പമ്പാ നദിയിൽ കുളിച്ച് മരിച്ചുപോയവരുടെ പിതൃക്കൾക്ക് ബലിയിട്ട ശേഷം പമ്പയിലെ ഗണപതി ക്ഷേത്രത്തിൽ നാളികേരം ഒളിച്ച ശേഷമാണ് മലകയറ്റം ആരംഭിക്കുന്നത്. അതിനുശേഷം തീർത്ഥാടകർ കാൽനടയായിട്ടാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. ഇരുമുടിക്കെട്ട് പുണ്യവും പാപവും ഉൾക്കൊള്ളുന്നതായി സങ്കല്പിക്കപ്പെടുന്നതും അയ്യപ്പ ഭക്തന്മാർ മണ്ഡലകാലത്ത് തങ്ങളുടെ തലയിലേറ്റിക്കൊണ്ട് പോകുന്നതുമായ ഒരു ഭാണ്ഡമാണ് ഇരുമുടിക്കെട്ട്. ശബരിമല തീർത്ഥാടകർ പള്ളിക്കെട്ട് അഥവാ ഇരുമുടിക്കെട്ട് എന്നറിയപ്പെടുന്ന കെട്ടിനുള്ളിൽ ശബരിമലയിലേക്കുള്ള പൂജാദ്രവ്യങ്ങൾ കൊണ്ടുപോകും. ഇരുമുടിക്കെട്ടുമേന്തി മല ചവിട്ടുന്നത് ജീവിതത്തിലെ പുണ്യമായാണ് ഭക്തർ കണക്കാക്കുന്നത്. നിരവധിയായ ചടങ്ങുകളുടെയും ആചാരങ്ങളുടെയും ആണ് കെട്ട് നിറയ്ക്കാറുള്ളത്. കന്നി അയ്യപ്പന്മാരുടെ ഇരുമുടിക്കെട്ട് ചുവന്ന പട്ടുകൊണ്ടു ഉള്ളതായിരിക്കാം. അല്ലാത്തവർക്ക് കറുപ്പ്, നീല നിറങ്ങളിലുള്ള തുണികൾ ഉപയോഗിച്ച് ഇരുമുടിക്കെട്ട് തയ്യാറാക്കാവുന്നതാണ്. സാധാരണയായി ഇരുമുടിക്കെട്ടിനുള്ളിൽ നെയ്ത്തേങ്ങ, അരി, അവൽ, മലർ, തേങ്ങ, കർപ്പൂരം, മഞ്ഞൾപ്പൊടി, കുരുമുളക്, പുകയില, ഉണക്കമുന്തിരി, കൽക്കണ്ടം, മറ്റ് പൂജാ സാധനങ്ങൾ എന്നിവയാണ് കൊണ്ടുപോകാറുള്ളത്. വെറ്റിലയും അടയ്ക്കയും തേങ്ങയും നെയ്ത്തേങ്ങയുമാണ് ആദ്യമായി കെട്ടിനുള്ളിൽ നിറയ്ക്കേണ്ടത്. ഇത് നിറയ്ക്കുന്ന സമയം ശരണം വിളികൾ അന്തരീക്ഷം മുഖരിതമാക്കുന്നു. അയ്യപ്പന് നിവേദ്യത്തിനുള്ള ഉണക്കലരി, കദളി, വാഴപ്പഴം, ശർക്കര തുടങ്ങിയവയും ഇരുമുടിക്കെട്ടിനുള്ളിൽ ഉൾപ്പെടുത്താറുണ്ട്. വഴിപാട് സാധനങ്ങളോടൊപ്പം യാത്രാവേളയിൽ ഭക്തർക്ക് കഴിക്കാനുള്ള ഭക്ഷ്യവസ്തുക്കളും ഇതിൽ ഉൾപ്പെടുന്നു. ശബരിമല ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാമൂർത്തി ധർമ്മശാസ്താവിൻ്റെ അവതാരമായ ശ്രീ അയ്യപ്പനാണ്. ജ്ഞാനഭാവത്തിൽ കിഴക്കോട്ട് ദർശനമായി അയ്യപ്പനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. യോഗ പട്ടാസനത്തിൽ വലതു കൈയിൽ ചിന്മുദ്രയും ഇടതു കൈ മുട്ടിൽ വച്ചിരിക്കുന്നതുമായാണ് വിഗ്രഹം. സ്വർണത്തിന് പ്രാധാന്യം നൽകി നിർമ്മിച്ച 1.5 അടി ഉയരം വരുന്ന പഞ്ചലോഹ വിഗ്രഹമാണ് ഇവിടെയുള്ളത്. ആദ്യമുണ്ടായിരുന്ന ശിലാവിഗ്രഹം പിൽക്കാലത്ത് തകർക്കപ്പെടുകയും ക്ഷേത്രത്തിന് തീ വയ്ക്കുകയും ചെയ്ത ശേഷമാണ് ഇപ്പോഴത്തെ വിഗ്രഹം പണിത് പ്രതിഷ്ഠിച്ചത്. സന്യാസി ഭാവത്തിലുള്ള ശാസ്താവായതുകൊണ്ടാണ് നിത്യപൂജ അനുവദിച്ചിട്ടില്ലാത്തത്. മുഖ്യ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഏകദേശം 200 മീറ്റർ മാറിയാണ് മാളികപ്പുറം ഭഗവതി ക്ഷേത്രം. മാളികപ്പുറത്തമ്മയെ തുല്യ പ്രാധാന്യമുള്ള ദേവിയായി കണക്കാക്കപ്പെടുന്നു. 2 നിലയിലുള്ള മാളികയുടെ പുറത്താണ് മാളികപ്പുറത്തമ്മ വിരാജിക്കുന്നത്. ഇതുമൂലമാണ് ദേവിക്ക് ഈ പേര് വന്നത്. മഹിഷിക്ക് മോക്ഷം കിട്ടിയപ്പോൾ അവതരിച്ച ദേവിയാണെന്നും അതല്ല ആദിപരാശക്തിയായ മധുര മീനാക്ഷിയാണ് മാളികപ്പുറത്തമ്മയായതെന്നും 2 അഭിപ്രായമുണ്ട്. ഭഗവതി സേവ പ്രധാന വഴിപാടാണ്. ലളിതാ സഹസ്രനാമം ഇവിടെ ജപിച്ചു കാണാറുണ്ട്. ക്ഷേത്രത്തിലെ പ്രധാന ഉപപ്രതിഷ്ഠ കന്നിമൂല ഗണപതിയാണ്. അയ്യപ്പൻ്റെ ശ്രീകോവിലിൻ്റെ കന്നിമൂലയിൽ പ്രത്യേകം ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായാണ് ഈ പ്രതിഷ്ഠ. കഷ്ടിച്ച് 1/2 അടി മാത്രം ഉയരം വരുന്ന ചെറിയൊരു വിഗ്രഹമാണ് ഇവിടെ. പണ്ട് ഇവിടെയാണ് ആഴി കൂട്ടിയിരുന്നത്. പിൽക്കാലത്ത് പുറത്തേക്ക് മാറ്റുകയായിരുന്നു. ഗണപതിക്കൊപ്പം ഇവിടെ സുബ്രഹ്മണ്യനും പണ്ട് സാന്നിധ്യമായിരുന്നു. ഇപ്പോൾ ഈ പ്രതിഷ്ഠയുടെ കാര്യം അജ്ഞാതമാണ്. ഗണപതിയെ കൂടാതെ നാഗദൈവങ്ങളുടെയും വാവരസ്വാമിയുടെയും കറുത്തസ്വാമിയുടെയും സാന്നിധ്യവും ഇവിടെയുണ്ട്. മാളികപ്പുറത്തമ്മയുടെ മതിലകത്ത് ശ്രീകോവിലിനോട് ചേർന്ന് മറ്റൊരു ഗണപതി പ്രതിഷ്ഠയും കാണാം. ഇത് 2021 വന്നത്. കൂടാതെ കൊച്ചു കടുത്തസ്വാമി, നവഗ്രഹങ്ങൾ, നാഗദൈവങ്ങൾ തുടങ്ങിയവരുടെ പ്രതിഷ്ഠയും ഇവിടെ തന്നെയാണ്. അയ്യപ്പൻ്റെ മൂലസ്ഥാനമായ മണിമണ്ഡപവും അവിടെ തന്നെ. ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വഴിപാടായ നെയ്യഭിഷേകമാകട്ടെ
അയ്യപ്പൻ്റെ പ്രിയപ്പെട്ട വഴിപാടായി കരുതപ്പെടുന്നു. ഭക്തർ നിറച്ചുകൊണ്ടുവരുന്ന ഇരുമുടിക്കെട്ടിൽ നെയ്യ് തേങ്ങയുണ്ടാകും. സന്നിധാനത്തെത്തുന്നതോടെ മേൽശാന്തി തേങ്ങയുടച്ച് നെയ്യ് പുറത്തെടുത്ത് വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യും. തുടർന്നുള്ള തേങ്ങ കിഴക്കേ നടയിൽ ആഴിയിൽ എറിയുന്നു. അഭിഷേകം ചെയ്യുന്ന നെയ്യ് ഭക്തർക്ക് പ്രസാദമായി നൽകുന്നു. കൂടാതെ അപ്പം, അരവണ പായസം, അഷ്ടാഭിഷേകം, പുഷ്പാഭിഷേകം, നീരാഞ്ജനം, പടിപൂജ, വെടിവഴിപാട് എന്നിവയും അതിവിശേഷമാണ്. ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.